നിന്റെ ഗുഹ്യ അവയവങ്ങളെ, ഔറത്തുകളെ നീ സൂക്ഷിക്കും. അള്ളാന്റെ ഹബീബ് പറഞ്ഞതാ. ഇത് സ്ത്രീകളോട് മാത്രം പറഞ്ഞതല്ല, പുരുഷന്മാരോടും പറഞ്ഞതാ. പുരുഷന്മാരോടും പറഞ്ഞതാ. നഗ്നതയുടെ വിഷയം പറയുമ്പോ എല്ലാവരും സ്ത്രീകളിലേക്ക് ശ്രദ്ധ തിരിക്കണ്ട. ആദ്യം പുരുഷന്മാരെ കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോണേ. നമ്മൾ ചിലരൊക്കെ ഉണ്ടല്ലോ, മനോഹരമായി വസ്ത്രം ധരിച്ചിട്ട് മുണ്ട് മടക്ക് കെട്ടാറുണ്ട്. മുട്ടിന് മുകളിലോട്ട് ഒരു പുരുഷന്റെ ഔറത്താണ്. സംഭവം നിസ്കരിക്കുമ്പോ മാത്രം നമ്മൾ പലരും അത് ശ്രദ്ധിക്കാറുള്ളെങ്കിലും ഒരു ഇഖ്ലാസുള്ള, ഒരു ലജ്ജയുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഉത്തമ സ്വഭാവ ഗുണങ്ങൾ അടങ്ങിയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുട്ടിന് മുകളിലോട്ട് ഔറത്താണ്, അത് പുറത്ത് കാണിക്കാൻ പാടില്ല. ചില ആൾക്കാർ മടത്തൊക്കെ കെട്ടിയാ ദുബായ് എന്താണ് ഇവിടെ? ലോകം അവന്റെ കാൽ കീഴിൽ പിടിച്ചടക്കാൻ വെമ്പലുകൊള്ളുകയാണ്. അഹങ്കാരത്തിന്റെ പ്രതിരൂപങ്ങളായി മാറുന്നവരുടെ ഒന്നാമത്തെ അടയാളം അങ്ങനെ ആഭാസന്മാരായിട്ട് റോഡിലൂടെ നടക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല, അത് ഒഴിവാക്കി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഔറത്തായിട്ട് നമുക്ക് തന്ന ആ ഭാഗങ്ങളെ നമ്മൾ തുറസമാക്കാൻ പാടില്ല. ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട് ആ ഭാഗത്ത്. അല്ലാഹു നമ്മെ കാക്കട്ടെ. അപ്പൊ ആണുങ്ങളുടെ വിഷയം അങ്ങനെ. പിന്നെ നമ്മുടെ ചെറുപ്പക്കാരിന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക മോഡൽ വസ്ത്രം, പഴയ ഉമ്മാമമാരുടെ ബ്ലൗസ് ആണെന്ന് ഷർട്ടായിട്ട് അവർ ഉപയോഗിക്കാം. വെറുതെ പറയല്ല. ഒരു പേന്റ് ധരിച്ച് ബെൽറ്റും അങ്ങോട്ട് കെട്ടി ഈ ഷർട്ടും അങ്ങോട്ട് ഇട്ടാറുണ്ടല്ലോ, ഷർട്ടെല്ലാം കൂടെ ഒപ്പി മോളിൽ കിടക്കും, പാന്റ് എല്ലാം കൂടെ താഴെ, നടുവും നട്ടലും ഒക്കെ വെളിയിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കും. നല്ലതാണ്. ഈ അവസ്ഥയാണ് നമ്മൾ പള്ളിക്കകത്തൊക്കെ സുജൂദിലേക്ക് പോകുന്ന ചെറുപ്പക്കാരുടെ ഈ മുതുകിന്റെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. ശാഫി മതവ് പ്രകാരം നിസ്കാരം വരെ ശരിയാകില്ല. ഇത് കളിയാക്കാൻ വേണ്ടി പറയല്ല, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇബാദത്ത് നാളെ പടച്ചതമ്പരാനെ മുമ്പ് ചെല്ലുമ്പോ ചെയ്തോന്റെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കണം അല്ല പറയുന്ന ഇബാദത്തായി മാറരുത്. എല്ലാം കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ഞാനും നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത നിസ്കാരവും തക്വയൊന്നും അങ്ങനെ അള്ളാഹു വലിച്ചെറിയാൻ പറ്റുന്ന അത്രത്തോളം ന്യൂനതയുള്ളതായി മാറരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അത് ആണുങ്ങളുടെ വിഷയം. പിന്നെ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇതൊരു ധാരണയുണ്ട്, കുഴപ്പമില്ല. ഇന്ന് ഉസ്താദ് എന്ത് പറഞ്ഞാലും സന്തോഷമായിട്ട് എനിക്ക് കേൾക്കും. കാരണം ഞാൻ ധരിച്ചിരിക്കുന്നത് പർദ്ദയാണ്. ഏത് പർദ്ദ? ഹൂർലീന്റെ പർദ്ദ ധരിച്ചാലും, ലാമിയാടെ പർദ്ദ ധരിച്ചാലും, പർവീന്റെ പർദ്ദ ധരിച്ചാലും, പ്രിയപ്പെട്ട സഹോദരിമാരെ, ബോഡി ഫിറ്റ് പർദ്ദ എന്ന പേരിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പർദ്ദയുണ്ടല്ലോ, ആ പർദ്ദ ധരിച്ച പെണ്ണ് പടച്ചോരെ പേടിയില്ലാത്ത പെണ്ണാണ്. ഇത് പറയുമ്പോൾ അത് ധരിച്ച ഏതെങ്കിലും സഹോദരിമാര് നൊമ്പരത്തോടെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. വീട്ടിലേക്ക് ചെന്നിട്ട് ഇന്ന് തന്നെ തീരുമാനമെടുക്കുക, ഇന്ന് ധരിച്ചതിരിക്കട്ടെ. എന്റെ ശരീരം നല്ലതുപോലെ മറക്കാൻ പറ്റുന്ന പർദ്ദയല്ലാതെ ഇനി ഞാൻ ധരിക്കൂല റബ്ബേ. ബോഡി ഫിറ്റ് പർദ്ദ നമ്മൾ മാറ്റാൻ അനിവാര്യമായ ഘട്ടമാണ്, ഒഴിവാക്കണം. അതുപോലെ കുഞ്ഞു മക്കൾക്ക് പാട്ടിയാല ചുരിദാർ, ഇത് അവർ വേണമെന്ന് അവര് പെരുന്നാളിന് ഉമ്മച്ചി ഇത് തന്നെ വേണോന്ന് വാശി പിടിക്കാൻ. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോഴുള്ള ദൂഷ്യം എന്താണെന്നറിയോ? ഇച്ചിരി പോകുന്ന ഈർക്കില് പോലത്തെ കാലാണെങ്കിലും ആ പാട്ടിയാല ചുരിദാറുമ്പോ ഈ ക്ഷേത്രത്തിലെ എഴുന്നള്ളത്തിന് ആന പോണമാതിരി കാലിന് വല്ലാത്ത വലിപ്പം തോന്നിക്കും. ഈ പെൺകുട്ടിയെ ജനങ്ങൾ ശ്രദ്ധിക്കാൻ അതൊരു കാരണമാകും. കുഞ്ഞിലെ ശീലിച്ചാൽ വലുതാകുമ്പോ പിന്നെ ഈ വസ്ത്രം ഉണ്ടെങ്കിലേ പുറത്തിറങ്ങൂ എന്ന് വാശി പിടിക്കും. മാതാപിതാക്കൾ കുരുക്കൽ പെട്ടുപോകും. അതുകൊണ്ട് അവർക്ക് ചോദിക്കുന്ന വസ്ത്രം വാങ്ങിക്കൊടുക്കാനുള്ള പണം നിന്റെ കയ്യിലുണ്ട് എങ്കിൽ ഏത് മോഡൽ വേണോ വാങ്ങിക്കൊടുത്തോ. പക്ഷേ ശരീരം മറയുന്നതാവണേ, ശരീരത്തിൽ ഇറുതി കിടക്കുന്ന ബോഡി വിറ്റ് പറഞ്ഞ് നമുക്ക് വേണ്ട സഹോദരിമാരെ. അത് പിശാച് നമുക്ക് രൂപപ്പെടുത്തി തന്ന രൂപമാണ്, അത് മോഡലാണ്. വില കൂടിയ വസ്ത്രം ധരിച്ചോ, കാശുള്ളവർക്ക് ദുഃഖം തോന്നണ്ട. വില കൂടിയ വസ്ത്രം തന്നെ ധരിച്ചു, മുത്തുള്ളതും മാലയും കളറുള്ളതൊക്കെ ധരിച്ചോ. പക്ഷേ ബോഡി ഫിറ്റ് പർദ്ദ എന്ന പേരിൽ ഇറങ്ങുന്ന പർദ്ദ നമുക്ക് ദൂഷ്യമാണ്, അത് ഒഴിവാക്കണം. അത് ശീലിച്ചു പോയാൽ പിന്നെ അതില്ലെങ്കിൽ നടക്കൂല. അതുകൊണ്ട് ശീലം അങ്ങ് മാറ്റി. അതുപോലെ സഹോദരങ്ങളോട് വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്നൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുക. എന്താണെന്നറിയോ? കല്യാണത്തിന്റെ ഇന്ന് ഷർവാനി വലിയൊരു ഫാഷനായിട്ട് മാറിയിരിക്കും. ഏത് വെള്ളം കുടിക്കാൻ വകയില്ലാത്ത പെണ്ണ് കിട്ടിയാലും കല്യാണത്തിന് അത് ഷർവാനി, അതിട്ടില്ലെങ്കിൽ പുതിയാപ്പളാവൂലെന്നാണ് പുതിയ ഒരു ജീവിതം. നല്ല ഏറ്റവും കുറഞ്ഞ നല്ല ഒരു മോഡൽ ഷർവാനിക്ക് 20,000 രൂപയാണ്, അല്ലെങ്കിൽ ഒരു 17,000 രൂപ. ഈ 20,000 രൂപ കൊടുത്ത് നീ വാങ്ങുന്ന ഷർവാനി
എത്ര ദിവസം നിനക്ക് ധരിക്കാനാ? അന്ന് മാത്രം, അന്നത്തെ ഒരു 2 മണിക്കൂർ പെണ്ണിനെ കൊണ്ട് തിരിച്ച് ചെറുക്കന്റെ വീട്ടിലോട്ടോ പെണ്ണിന്റെ വീട്ടിലോട്ടോ യാത്ര പോകുമ്പോ ഈ ഷർവാനി മാറ്റി പിന്നെ വേറെ പേരിൽ ഷർട്ടുമാണ്. അപ്പോ ആ 2 മണിക്കൂറത്തേക്ക് മാത്രം 20,000 രൂപ മുടക്കാൻ അത്രത്തോളം അള്ള വാരിക്കോരി തന്നിരിക്കുകയാണെന്നറിയാം. എന്നാലും ഇതിനൊരു കണക്ക് പടച്ചവനോട് പറഞ്ഞേ പറ്റും. ചിലര് വാടകയ്ക്ക് കൊടുക്കുകയാണ് ഇപ്പൊ ഷർവാനി. കല്യാണം കഴിച്ചോടുകൂടി കുത്തുവാലെടുത്ത് അനുഗ്രഹം വന്ന് കയറിയോടുകൂടി എല്ലാം അതുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നു. മാപ്പിളയുടെ ഷർവാനി വാടകയ്ക്ക് കൊടുക്കപ്പെടും. ബോർഡ് വീടിന്റെ ഫ്രണ്ടിൽ. എന്നാൽ പെണ്ണുങ്ങൾ വാടകയ്ക്ക് സാരി കൊടുക്കൂല. അവരിങ്ങനെ എടുത്തു വെച്ചിരിക്കും. ഓരോ വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ മറ്റതാണ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മൂത്ത് നോക്കി ഇങ്ങനെ പളുങ്ക് പോലെ ഇങ്ങനെ സൂക്ഷിക്കും. ഷർവാനി വാടക. കാരണം ആളുകൾക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പൈസ ഉണ്ടെങ്കിലേ പറ്റും. അവർക്ക് സാരി കാണിച്ചു കൊടുത്താലും മതി വാടക. അപ്പോ ആ വസ്ത്രം കഴിവിന്റെ പരമാവധി നല്ലൊരു വസ്ത്രം ധരിച്ചു. പക്ഷെ ആ വസ്ത്രം കല്യാണത്തിന് മാത്രം ഉപയോഗിക്കുന്ന വസ്ത്രം മാത്രമാണ്. നമുക്ക് വല്ലപ്പോഴൊക്കെ പള്ളിയിൽ പോകുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ധരിക്കാൻ പറ്റുന്ന വസ്ത്രമായിരിക്കണം കല്യാണം. അതിങ്ങനെ സൂക്ഷിച്ച് അലമാര വെക്കാനുള്ള സാധനമായി മാറിയാൽ അതിന് അള്ളാഹിനോട് കണക്ക് പറയേണ്ടി വരും. അങ്ങനെ എത്ര ഡ്രസ്സാണ് നമ്മൾ എടുക്കാതെ മറുവീടിൻ്റെത്, അടുക്കളയിലത്, മൈലാഞ്ചി കല്യാണത്തിന്റെ അതൊന്നും എടുത്തിട്ടില്ല. കല്യാണത്തിന്റെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ നമ്മുടെ ഔറത്തുകളെ നമ്മൾ സൂക്ഷിക്കണം. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സൗത്തുൽ മർഅത്തി ഔറത്തുൻ ഇൻദൽ അജാനിബി. അന്യപുരുഷന്മാരുടെ മുന്നിൽ പെണ്ണ് നിന്റെ ശബ്ദം പോലും ഔറത്താണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അന്യപുരുഷന്മാരാണ് മുമ്പിൽ നിൽക്കുന്നത് എങ്കിൽ നിന്റെ ശബ്ദം പോലും അവരുടെ മുന്നിൽ ഔറത്താണ്. അതും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. പെണ്ണുങ്ങൾ ഒരുപാട് പാട്ടുപാടി നൃത്തം ചെയ്യുന്ന കാലഘട്ടം ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഉടനെ ജുമൈലത്ത് കണ്ടെങ്കിലേ ഉറക്കം വരൂ പാപ്പാക്ക്. ഈസ്റ്റ് കോസ്റ്റ് വിജയന് ലാഭമുണ്ടാക്കി കൊടുത്ത് ഈ സൗദാരം കാണുന്ന 16 വയസ്സുകാരിയുടെ പട്ടുള്ള പിളങ്ങുന്ന പാവാടയിട്ടുള്ള നൃത്തച്ചുവടുകൾക്കൊപ്പോ ദാടി തടവിയിട്ട് തസ്ബീഹ് പിടിക്കുന്ന ഉപ്പാ. ഉടനെ ജുമൈലത്തിന്റെ പിന്തുണമുറക്കാരായി നിന്റെ മക്കൾ മാറുന്നതിനെ തൊട്ട് അല്ലാഹുവോട് കരഞ്ഞുവാറുന്നു. പെൺകുട്ടികൾ ഇങ്ങനെ നൃത്തം ചെയ്യാനും റോഡ് നീള പാട്ടുപാടാനും ആസ്വദിക്കാനും ഇറങ്ങി വരുന്ന കാലഘട്ടം അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. സൗത്തുൽ മർഅത്തി ഔറത്തുൻ ഇൻദൽ അജാനിബി. അന്യപുരുഷന്മാരുടെ മുന്നിൽ ഒരു പെണ്ണിന്റെ ശബ്ദം പോലും ഔറത്താണ്. അപ്പൊ നമ്മുടെ ശരീരം കുഞ്ഞുനാൾ മുതൽ മക്കളെ മറപ്പിച്ച് നമ്മൾ ശീലിപ്പിക്കുക. 2 വയസ്സുള്ള കുഞ്ഞിനൊക്കെ ഇന്ന് പുതിയ മോഡൽ ഡ്രസ്സ് സുബ്ഹാനല്ലാഹ് എത്ര നൈസാന്നറിയോ, അതൊക്കെ അല്ലേ വാങ്ങിക്കൊടുക്കുക. വളർന്നു വരുമ്പോ ഇത് ശീലിച്ച മക്കൾ അത് മതിയെന്ന് ഉമ്മയോട് പറഞ്ഞാൽ അവരതേ ധരിക്കോളൂ. നിങ്ങൾക്ക് പിന്നെ ആ സമയത്ത് മാറ്റാൻ കഴിഞ്ഞെന്ന് വരൂ. 5ാമത്തെ കവാടം, 5ാമത്തെ മാർഗം അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി പറഞ്ഞു തരാ. കണ്ണുകളെ ഹറാമിൽ നിന്ന് ചിമ്മുക, അടച്ചു കളയുക. കണ്ണുകളെ കൊണ്ട് ഹറാം ആസ്വദിച്ചുകൊണ്ട് കണ്ട് നിങ്ങൾ സമയം കളയാതിരിക്കുക. നമ്മുടെ കണ്ണെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ലോകത്തേത് ജീവിക്ക് ഇത്രത്തോളം ഭംഗിയുള്ള അത്ഭുതകരമായ കണ്ണല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഒരു ജീവിക്കും കഴിവില്ല നോക്കാൻ വിശ്രമാ, മനുഷ്യനു മാത്രം റബ്ബ് ചെയ്ത തകർമാ. ആകാശത്തിലേക്ക് നോക്കാൻ അള്ള കഴിവ് കൊടുത്ത 2 കണ്ണുണ്ട് എങ്കിൽ നമ്മുടെ കണ്ണ്. വേറെ ഒരൊറ്റ ജീവജാലങ്ങൾക്ക് അല്ലാഹു ആകാശത്തിനോട് തട്ടിപ്പറക്കുന്ന പറവയ്ക്ക് പോലും ഒന്നും മരന്ന് നോക്കാനുള്ള കഴിവ് അള്ള കൊടുത്തിട്ടില്ല. അത് നമുക്ക് മാത്രമേ അള്ള തന്നിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ എണ്ണി പറയുന്ന കൂട്ടത്തിൽ ആദ്യമായി അള്ളാഹു സൂറത്തുൻ നബയിലൂടെ ചോദിച്ചിട്ടുണ്ട്, അലം നജ്അൽ ലഹു ഐനൈൻ. നിങ്ങൾക്ക് 2 കണ്ണുകളെ ഞാൻ തന്നില്ലയോ? ഇന്ന് ആ കണ്ണിനെ വെറുതെ വിടൂല. ഗ്ലോറിയ സ്റ്റൈൽ സാരി ഒരു കളർ, ബ്ലൗസ് ഒരു കളർ, അതേ കളർ ആ കണ്ണിന്റെ ഈ തെയ്യത്തിലും ഇങ്ങനെ തേച്ച് ഇമകളിലും തേച്ചിട്ടാണ് പുതിയ സ്റ്റൈൽ. സഹോദരിമാർക്ക് ഇതൊന്നും കൊതി തീരുന്നില്ല. അവർക്ക് ഇതൊക്കെ എത്ര ആഡംബരം കാണിച്ചിട്ടും മതി വരുന്നില്ല. ഓർക്കണം,
കണ്ണിനെ എത്രമാത്രം അത്ഭുതങ്ങൾ കൊണ്ടാണല്ല പടച്ചിരിക്കുന്നത്. നമ്മുടെ കണ്ണുനീരിന് അല്ലാഹു ഉപ്പുരസം തന്നത് എന്തിനാ സഹോദരിമാരെ? കണ്ണീര് കുടിച്ചിട്ടുണ്ടോ? വെറുതെ പറഞ്ഞാൽ പോലെ എന്റെ ജീവിതം കണ്ണീര് കുടിക്കുന്നു, ദ്വാരക്കണം 100 രൂപ പറഞ്ഞ പോലെ വല്ലപ്പോഴും ഒരു കുമ്പിൾ കുടിച്ചു നോക്കണം. ഉപ്പ് രസമാണ് കണ്ണുനീരിന്. ഇനിയെങ്കിലും മച്ച മുതുവളക്ക് ഇടി തരുമ്പോ കരയാൻ പറ്റൂല, നക്കും. അപ്പോഴറിയാൻ കണ്ണുനീരിന്റെ രുചി ഉപ്പാണ്. എന്തിനാ കണ്ണീരിന് ഉപ്പുരസം തന്നത്? നിന്റെ കണ്ണിലേക്ക് എന്തെങ്കിലും പെട്ടെന്ന് നീ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വാളു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലൈറ്റിന്റെ വെട്ടത്തിന്റെ പ്രകാശത്തിന് മുന്നിൽ കിടന്ന് പാറി പറന്നുകൊണ്ട് വന്ന ഏതോ ഒരു ജീവി പെട്ടെന്ന് വന്ന് നിന്റെ കണ്ണിന്റെ അകത്ത് വീണുപോയാൽ ആ ജീവിയുടെ വീര്യം നശിപ്പിക്കാനാണ് അള്ളാഹു ഉപ്പ് കലക്കിയിരിക്കുന്നത്. കണ്ണിൽ ഉപ്പെന്തിനാ? കണ്ണിൽ വീഴുന്ന ജീവിയുടെ വീര്യത്തെ അള്ളാഹു നശിപ്പിച്ച് കളിച്ചു. കാതിനകത്ത് കൈപ്പെന്തിനാ? ഭക്ഷിച്ചിട്ടുണ്ടോ? നോക്കി കൈപ്പെന്താ? നിന്റെ ചെവിക്കകത്ത് അള്ളാഹു കൈപ്പ് തന്നെന്തിനാ? എന്തിനാണ്? അൽ ഹിക്മത്തു ഫീ മഖ്ലൂഖാത്തില്ല എന്ന് പറഞ്ഞ കിതാബുണ്ട്, ഗസാലി ഇമാം. ഇഹ്യാ ഉൽ മാത്രമേ ലോകത്ത് ഒരുപാട് ചർച്ച ചെയ്യുന്നുള്ളൂ. അൽ ഹിക്മത്തു ഫീ മഖ്ലൂഖാത്തില്ല ഗസാലി ഇമാമിന്റെ കിതാബിനകത്ത് കണ്ണിനെ കുറിച്ച്, കാതിനെ കുറിച്ച്, ഹൃദയത്തെ കുറിച്ച്, ശരീരത്തിന്റെ മുടിനാരിടയെ കുറിച്ച്, രോമകൂപങ്ങളെ കുറിച്ച്, വിയർപ്പിനെ കുറിച്ച്, ഉപ്പുരസത്തെ കുറിച്ച് വിശാലമായി പ്രതിപാദിക്കുകയാണ്. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഇല്ലാത്ത കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് ഗസാലി റഹിമഹുല്ലാഹ് ലോകത്തിന് സമർപ്പിച്ച ആ കിതാബിന്റെ ഉള്ളറയിൽ മനുഷ്യന്റെ അത്ഭുതങ്ങളെ സംബന്ധിച്ച് കോടിക്കണക്കാന വിവരണങ്ങളുടെ ഉള്ളറകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതൊക്കെ പഠിക്കാനുള്ള നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോ നമ്മുടെ കണ്ണ്, ചെവിക്കകത്ത് എന്തിനാണ് ഒരു ചെറിയ കയ്പ്? അതിനകത്തേക്ക് കടന്നു പോകുന്ന ജീവിയുടെ വിഷമാണ്. ചെവിക്കകത്തൂടെ കടന്നു പോകുന്ന, രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉറുമ്പ് കയറിപ്പോയി, കുറച്ചു നേരം കഴിയുമ്പോൾ ഉറുമ്പിന് ചലനമില്ല, അവിടെ ഇരുന്നത് അതിന്റെ വീര്യം നശിച്ചു പോകും. ചലനമുണ്ടെങ്കിൽ അത് മരിക്കാതിരുന്നാൽ നിന്റെ ചെവിക്ക് അതൊരു ദോഷം ചെയ്യും. അതുകൊണ്ട് അത് മരിക്കാൻ വേണ്ടി അള്ള വിഷം നേരത്തെ ചെവിയിൽ കൊടുത്തിരിക്കുകയാണ്. അതിന്റെ വിഷം ആലോചിക്കണം. എത്ര പരിശുദ്ധനാണ് നമ്മുടെ പടച്ചതമ്പുരാൻ. നമ്മുടെ കണ്ണ്, ഈ കണ്ണുണ്ടല്ലോ, ഈ പോള അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര പ്രാവശ്യം അടയ്ക്കാം തുറക്കാം, ഒരു തട്ടും അവിടെ തട്ടുന്നില്ലല്ലോ. നമ്മുടെ കൃഷ്ണമണിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ആക്കുന്നു, ഒരു കുഴപ്പമില്ല. ആലോചിച്ച് നമ്മൾ തൊലിയെ തൊട്ടാ വരെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ തൊലിയുടെ പുറത്ത് എന്തെങ്കിലും വന്നിരുന്നാൽ പെട്ടെന്ന് നമുക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കണ്ണ് ഈ കൃഷ്ണമണിയിൽ തട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോള താഴെ ഒരു ഡോറ് പോലെ, എത്ര മനോഹരമായ ഡോറാണ്, എത്ര മനോഹരമായ ഡോറ്. പവർ വിൻഡോ. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തുറക്കുന്നു, ആഗ്രഹിക്കുമ്പോൾ അടയും. അള്ളാഹു എത്ര വൃത്തിയായിട്ട് ചെയ്തിരിക്കുകയാണ്. 7 തട്ടുകളായിട്ടാണ് കണ്ണിനെ അങ്ങ് തന്നിരുന്നത്. 7 തട്ടുകളായിട്ടാണ് തന്നിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു തട്ടിന് സ്ക്രാച്ച് വന്നാൽ പിന്നെ തിമിര ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിൽക്കണം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ കണ്ണിനെ കുറിച്ച് ഈ കിതാബിനകത്തുള്ളത് മാത്രം എന്റെ പ്രിയമുള്ളവരെ ഒരു 4-5 വെള്ളിയാഴ്ച അട്ടക്കുളങ്ങളിൽ ജുമഅയ്ക്ക് പറഞ്ഞു തീർക്കുന്നതിന്റെ അന്ന് പുറത്തൊരു കണ്ണില്ലാത്ത മനുഷ്യൻ, അന്ധനാണ്. അയാൾ കുറച്ച് ഖുർആൻ ആയത്തൊക്കെ ഓതിയിട്ടാണ് പിരിവ് ചോദിക്കുന്നത്. ഖുർആൻ ആയത്ത് ഓതിയിട്ട് പിരിവ് ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്ന്. അപ്പൊ അങ്ങനെ ഓതിയിട്ട് ഇങ്ങനെ എനിക്ക് വല്ലതും തരണം, അർറഹ്മാൻ വല്ലമൽ ഖുർആൻ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിനെ നിരാശപ്പെടുത്തരുത്, വല്ലതും തരണം, ഇതാ വഖഅത്തിൽ വാഖിയ. അപ്പൊ അങ്ങനെ ഓതുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ ഇല്ലെങ്കിൽ ഒരാളെന്ന് വാങ്ങിച്ചെങ്കിലും കൊടുത്തു. അപ്പൊ അയാളോട് ഞാൻ ഈ ഖുർആൻ ആയത്ത് ഓതിപ്പിരിക്കുന്നതിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോ അയാൾ പറയാണ്, ഒരു വിഷയത്തിൽ എനിക്കിന്ന് വളരെയധികം സന്തോഷം. കഴിഞ്ഞ 52 വർഷമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കാഴ്ച തരാത്തതിന്റെ പേരിൽ ഒരുപാട് ദുഃഖിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്ത ഞാനിന്ന് ഇന്നത്തെ ജുമാ പ്രസംഗം കേട്ടപ്പോ 1000 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു പോയി ഉസ്താദ്.